ഭീകരാക്രമണം ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെക്കരുത് എന്ന പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ നിലപാട് തള്ളി കെ മുരളീധരൻ. പഹൽഗാമിലുണ്ടായത് രാജ്യത്തിനെതിരെയുള്ള ആക്രമണമാണെന്നും രാജ്യം ഒന്നടങ്കം എതിർക്കുമെന്നും മുരളീധരൻ പറഞ്ഞു. മതത്തിന്റെ പേരിൽ രാജ്യത്ത് ഭിന്നത ഉണ്ടാക്കാനാണോ മതം ചോദിച്ച ആക്രമണം നടത്തിയതെന്നും അദ്ദേഹം ചോദിച്ചു. രാജ്യത്തെ ഇതിൽ വീഴ്ത്താനാകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യയിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ നടത്തിയ ഗൂഢാലോചനയായിട്ടാണ് കോൺഗ്രസ് പാർട്ടി ഇതിനെ കാണുന്നത്. അതായത് മതപരമായിട്ടുള്ള ചേരിതിരിവുണ്ടാക്കി ഇന്ത്യയെ ഭിന്നിപ്പിക്കുക. അതിനു വേണ്ടിയിട്ടാണ് ഒരു വിഭാഗത്തിൻ്റെ മതം ചോദിച്ചുകൊണ്ട് അവരെ കൊന്നത്. പക്ഷേ ഇന്ത്യ അതിനൊരിക്കലും ആ ട്രാപ്പിൽ വിടില്ല. ഇന്ത്യക്കാരെ മതത്തിൻ്റെ പേരിൽ ഭിന്നിപ്പിക്കാൻ കഴിയില്ല. അതാണ് ഇന്ന് ഇന്ത്യ നൽകുന്ന സന്ദേശം. കൂടുതൽ വിവരങ്ങളുമായി അഖിൽ പാലോട്ട് മഠം ചേരുന്നു. അഖിൽ, എന്തായാലും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ പ്രസ്താവനയെ തള്ളിയിരിക്കുകയാണ് കെ മുരളീധരൻ. എന്തെല്ലാം കാര്യങ്ങളാണ് കെ മുരളീധരൻ പറയുന്നത്? രോഹിണി, കഴിഞ്ഞ ദിവസം രാജ്യത്തെ നടുക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിൽ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന ഒരു സന്ദേശമാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം എന്നാൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഏതെങ്കിലും തരത്തിലൊരു ആക്രമണം നടത്തുമ്പോൾ ഏതെങ്കിലും മതവിഭാഗത്തെ കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്ന പറഞ്ഞ് അല്ലെങ്കിൽ ആ ഭീകരാക്രമണത്തെ നിസ്സാരവൽക്കരിക്കാനായിരുന്നു പ്രതിപക്ഷ നേതാവ് തയ്യാറായിരുന്നതെങ്കിൽ അതിനെ പൂർണ്ണമായും തള്ളുന്ന തരത്തിലായിരുന്നു കെ മുരളീധരന്റെ പ്രതികരണം ഉണ്ടായത്. കെ മുരളീധരൻ പറയുന്നത് അക്രമങ്ങൾ ഉണ്ടാക്കിയത് അത് രാജ്യത്തെ തകർക്കാനാണ്, രാജ്യത്തിന്റെ അഖണ്ഡതയെ തകർക്കാനാണ്. ഇത്തരത്തിലുള്ള നിലപാടുകൾക്കെതിരെ രാജ്യം ഒരുമിച്ച് നിന്ന് ഇതിനെ എതിർക്കും. രാജ്യത്തിനെ ഇത്തരത്തിലുള്ള അക്രമങ്ങളിലൂടെ തകർക്കാൻ കഴിയില്ല എന്ന ഒരു രാജ്യത്തോട് പോലും പുറത്തുന്ന ഒരു നിലപാട് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ കെ മുരളീധരന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും പ്രതിപക്ഷ നേതാവ് ഈ അക്രമത്തെ നിസ്സാരവൽക്കരിച്ചതിനെ പൂർണ്ണമായും കെ മുരളീധരൻ ഇപ്പോൾ തള്ളുകയാണ് രോഹിണി. ശരി, അഖിൽ പാലോട്ട് മഠമാണ് വിവരങ്ങൾ നൽകിയത്.